back. ഇന്നത്തെ റെസിപ്പി ക്വിക്ക് ആൻഡ് ഈസി ബോംബെ സാൻഡ്വിച്ച്. ആദ്യം ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ മല്ലിയില, പുതിന, ഇഞ്ചി, പച്ചമുളക്, ഗാർലിക്, സോൾട്ട്, ലെമൺ ജ്യൂസ്, കേർഡ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സർ ജാറിലേക്ക് 1/2 ഇഞ്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ഗാർലിക്, 1/2 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിന ഇല, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർത്ത് ഒരു പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ 1 ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇനി 1 ചില്ലി ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കേർഡ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചട്നി റെഡി. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ എഗ്, ഓയിൽ, ലെമൺ ജ്യൂസ്, സോൾട്ട്, ഷുഗർ. മിക്സർ ജാറിലേക്ക് 1 എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്, ഷുഗർ 2 പിഞ്ച്, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് 30 സെക്കൻഡ്സ് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് വീണ്ടും അടിക്കാം. ഓയിൽ കുറച്ചായിട്ട് വേണം ചേർക്കാൻ. തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. 30 സെക്കൻഡ്സ് ഗ്യാപ്പിൽ ഹൈ സ്പീഡിൽ അടിക്കാം. ഇതിപ്പോൾ ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. മയണൈസ് റെഡി. ഇപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ബ്രെഡ്, ഗ്രീൻ ചട്നി, മയണൈസ്, ഓണിയൻ, ബോയിൽഡ് പൊട്ടാറ്റോസ്, ക്യൂക്കുംബർ, ടൊമാറ്റോ, ബട്ടർ, ചീസ് ക്യൂബ്സ്, ചാറ്റ് മസാല, ബ്ലാക്ക് സോൾട്ട്, ചില്ലി പൗഡർ, സോൾട്ട്. ആദ്യം ഒരു ബ്രെഡ് എടുക്കുക. വേണമെങ്കിൽ സൈഡ്സ് കട്ട് ചെയ്യാം. ഞാനിവിടെ സൈഡ്സ് കട്ട് ചെയ്യുന്നില്ല. ബട്ടർ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. സ്പൈസി ഗ്രീൻ ചട്നി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ബോയിൽഡ് പൊട്ടാറ്റോ സ്ലൈസസ് ഇട്ട് കൊടുക്കാം. തിൻ സ്ലൈസസ് ആണ് വേണ്ടത്. ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് സോൾട്ടും ചാറ്റ് മസാലവും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ സാൻഡ്വിച്ച് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതിൻ്റെ മുകളിൽ സ്ലൈസ്ഡ് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. തിൻ സ്ലൈസസ് ആണ് വേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു ബ്രെഡിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്യാം. അതിലേക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ തിൻ ഓണിയൻ സ്ലൈസസ് ഇട്ട് കൊടുക്കാം. ക്യൂക്കുംബർ സ്ലൈസസും ചേർക്കാം. ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് സോൾട്ടും ചാറ്റ് മസാലവും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇടാം. വേണമെങ്കിൽ ചീസ് സ്ലൈസസ് ആയിട്ടും ഇടാം. വീണ്ടും ഒരു ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ മിൽക്ക് ചട്നി അപ്ലൈ ചെയ്യാം. മയോണൈസ് അപ്ലൈ ചെയ്യാം. ഈ ബ്രെഡും മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. മീഡിയം ചൂടായ പാനിലേക്ക് 1/2 സ്പൂൺ ബട്ടർ ഇടാം. ഇതിലേക്ക് സാൻഡ്വിച്ച് ഇട്ട് 5 മിനിറ്റ്സ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ടോസ്റ്റ് ചെയ്യാം. ഇത് ഇനി തിരിച്ച് വെച്ച് വീണ്ടും ബ്രൗൺ ആവുന്ന വരെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. ചീസും മെൽറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ബോംബെ സാൻഡ്വിച്ച് റെഡി. Thank you for watching.